അപ്പൊ ഇതാണ് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റേതല്ല തോട്ടം. യഥാർത്ഥത്തിൽ എന്താണ് ഇത്? ജൂതന്റെ തോട്ടാണ്. ഇത് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു മോചിസത്ത് കാണിച്ച ഒരു സ്ഥലമാണിത്. ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങളെ കൊണ്ട് 299 തൈകൾ, അജ്വ തൈകൾ ഇവിടെ വെച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെ അതിലാണ് അജ്വ ഈത്തപ്പായ ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിസത്ത് സംഭവിച്ച തോട്ടമാണ് ഈ കാണുന്ന തോട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ച ആ തൈകൾ 90 ദിവസം കൊണ്ടൊന്നും, അതല്ലെങ്കിൽ ഒരു വർഷത്തിന് മുമ്പായിട്ട് ഇതെന്തായിട്ടുണ്ട്, പെട്ടെന്ന് വളർന്ന് പടർന്ന് പന്തലിച്ചിട്ട് ഇതിൽ കായുണ്ടായിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുകരങ്ങളെ കൊണ്ട് വെച്ച തോട്ടമാണ് ഈ കാണുന്ന സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം. പിന്നീട് ഇത് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയിട്ടുണ്ട്.